ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരുങ്ങി എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കും വയ്യ, എൻ്റെ അമ്മയ്ക്കും വയ്യ. അപ്പോൾ രണ്ടുപേരെ കാണിക്കാനാണ് നമ്മൾ രണ്ടുപേരും പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് ഉണർന്ന് ഇപ്പോൾ ഒരുങ്ങി റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു, കുട എടുക്കാനും മറന്നുപോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ നേരം ബസ് കാത്ത് നിന്നിട്ട് ഒരു ഒഴിഞ്ഞ ബസ് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും അതിൽ കയറി ഇരിപ്പ് തുടങ്ങി. ഞാൻ വിൻഡോ സീറ്റ് ആദ്യമേ പിടിച്ച് അവിടെ കയറി ഇരുന്നു. പിന്നെ നമ്മളിത് അമ്മയ്ക്ക് വേണ്ടി ഫാർമസി കയറി കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയുടെ കാലിലാണെങ്കിൽ ഒരു ആണി പൊത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇതുപോലെ കാണിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ അവരാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ TTയുടെ ഇൻജക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റിബയോട്ടിക് ഗുളിക പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്ത് ഇൻജക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നു. പിന്നെ അമ്മയാണെങ്കിൽ ഇൻജക്ഷൻ എടുക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. പിന്നെ അവിടുത്തെ നേഴ്സാണെങ്കിൽ അതിലുള്ള ആവശ്യത്തിനുള്ള മരുന്നൊക്കെ സിറിഞ്ചിൽ എടുക്കുന്നുണ്ടായിരുന്നേ. ആവശ്യത്തിന് മരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ അവിടെ ആദ്യമേ ഇരുന്ന് തയ്യാറായിട്ട് പിന്നെ നേഴ്സ് ചെന്ന് കുത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പെയിനും കാര്യങ്ങളൊക്കെ കാണും TTയുടെ ഇൻജക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെ നേഴ്സ് കുനിഞ്ഞ് കുത്താൻ പോവുകയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് ബാക്കിയൊന്നും എടുത്തില്ല. എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ എക്സ്പ്രഷൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നേഴ്സ് വഴക്ക് പറയുമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒതുങ്ങിയ ഒരു സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുത്തത്. അങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ പിന്നെ അവിടെ ചുറ്റും ഒന്ന് നോക്കി. അങ്ങനെ തല ഇറങ്ങി ഒന്ന് വീഴാതിരിക്കാൻ വേണ്ടി അമ്മയെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആശുപത്രി വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ വേറെ കടയിൽ നിന്ന് കുറച്ച് മെഡിസിൻസൊക്കെ എഴുതി വിട്ടിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ജനൗഷധി പോയിട്ട് ഒരു നീം ഫേസ് വാഷും പിന്നെ വോലിനിയുടെ കാല് വേദനയ്ക്കുള്ളതും പിന്നെ എനിക്ക് വേണ്ടി മുൾട്ടാനി മുട്ടിയും വാങ്ങിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ഫേസ് പാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മുറിവിലിടാനുള്ള ഒരു കുഞ്ഞു മരുന്നും കിട്ടി. അപ്പോൾ വീണ്ടും നമ്മളവിടെ കാത്തു നിന്ന് ഒരു ബസ് കിട്ടി. നമ്മൾ പിന്നെ അതിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇരുന്നപ്പോഴാണ് ഇതുപോലത്തെ നല്ല കളക്ഷൻസ് കണ്ടത് ഡ്രസ്സിൻ്റെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബസ്സൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിലോട്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു താറാവിനെ കണ്ടത് കേട്ടോ. ആ താറാവിനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം അത് ഈ വീട്ടിനകത്ത് എങ്ങോട്ടോ ഓടിക്കളഞ്ഞു. പിന്നെ കുറച്ച് ദൂരവും കൂടെ നടന്നു പോയപ്പം ഇതുപോലെ ഒരു പഞ്ഞി ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ ഫുള്ളായിട്ട് നമുക്കറിയില്ല ഇതെന്താണെന്ന്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരുപാട് ജീവികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ, ഇഷ്ടംപോലെ ജീവികളാണ്. പിന്നെ അതിനടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടന്നു പോയപ്പോഴാണ് അവിടെ നമ്മുടെ മൈലാഞ്ചി ചെടി ഉണ്ടല്ലോ, അവിടെയാണെങ്കിൽ അപ്പൂപ്പൻ നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു മൈലാഞ്ചി വേണമെങ്കിൽ വെട്ടിത്തരാം എന്ന് പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ മൈലാഞ്ചി വെട്ടി നമുക്ക് തരുവാണ്. എപ്പോഴും നമുക്ക് മൈലാഞ്ചി തരുന്ന ഒരു അപ്പൂപ്പനാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല വെള്ള റോസയും നല്ല ചുവന്ന റോസയൊക്കെ ഉണ്ട്. അപ്പോൾ അതും അടുത്ത് വാങ്ങണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ. അപ്പോൾ ഇതൊക്കെ അരങ്ങി വിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ കുറേ നമുക്ക് പറിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പനാണെങ്കിൽ ബാക്കിയുള്ള ചില്ലകളൊക്കെ ഇതുപോലെ നല്ലതുപോലെ വെട്ടി. അപ്പോൾ ഇതിൻ്റെ വിത്ത് വീണ് പൊടിക്കുന്ന ചെടികളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇതിലാണെങ്കിൽ ഇഷ്ടംപോലെ മുള്ളുണ്ട്. അതുകൊണ്ട് തന്നെ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത അപ്പൂപ്പനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ റോസ വേണമെന്ന്. അങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞു അതും ഇതുപോലെ തന്നെ അരങ്ങി വിടാൻ നിന്നതാണ്. തരാമെന്ന് പറഞ്ഞിട്ട് 2 വെള്ളേൻ്റെയും ചുവപ്പിൻ്റെയും ഓരോ തണ്ടുകളും മുറിച്ച് നമുക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ള പൂ പൂക്കുന്ന റോസയ്ക്കാണെങ്കിൽ നല്ലതുപോലെ തന്നെ മുള്ളു കാണും. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഈ ഒരു റോസാ കൊണ്ടയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു റോസ വേണമെന്നുള്ളത്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ വീട്ടിലുള്ളത് ഞാൻ ഇന്നാണ് കണ്ടത് കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ പോയി എനിക്ക് വെള്ളേൻ്റെയും കൂടെ പറിച്ചു തരുന്നുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് മുഖത്തറിയാൻ പറ്റുമല്ലേ. അങ്ങനെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാവ അപ്പൂപ്പൻ നമുക്ക് വേണ്ടി ഓരോ ചെടികളൊക്കെ വെട്ടിത്തരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് പ്ലാന്റ്സിനെയൊക്കെ. പ്ലാന്റ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ ഒരു കയറും എടുത്തുകൊണ്ട് വന്ന് നമുക്കാണെങ്കിൽ നല്ലതുപോലെ തന്നെ കെട്ടി തരുന്നുണ്ട് കേട്ടോ. കയ്യിൽ മുള്ളു കൊള്ളാതിരിക്കാൻ ഈ ഒരു റോസാ കൊണ്ട് നടുക്ക് വെച്ചിട്ട് ചുറ്റിലും അതുപോലെ തന്നെ മൈലാഞ്ചി ചെടി വെച്ചാണ് തന്നത്. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.